ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും സ്വീകരിക്കുന്നത് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ 140ൻ്റെ പുറത്ത് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. നമ്മളുടെ വ്യൂസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്, ചാനലൊക്കെ പുറത്ത് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളുടെ എല്ലാവരോട്. ഇപ്പോൾ കാണുമ്പോൾ വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ലൈക്കൊക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണണേ, എന്നാൽ മാത്രമേ നമ്മളുടെ ചാനൽ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ കണ്ണൻ്റെ പിറന്നാളാണ് കേട്ടോ. അപ്പോൾ കണ്ണൻ സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. പിറന്നാളെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ മക്കളുടെ കഴിഞ്ഞ പിറന്നാളാണ് ഓർമ്മ വന്നത് കേട്ടോ. കഴിഞ്ഞ പിറന്നാളെന്ന് വെച്ചാൽ അവർ മൂന്നാളും ഒരുമിച്ചുണ്ടായിട്ട് ഏഴ് പിറന്നാളും ഞങ്ങൾ ഒരുമിച്ചാണ് കേക്കൊക്കെ കട്ട് ചെയ്തിരുന്നത്. ഫസ്റ്റ് പിറന്നാൾ നന്നായിട്ട് തൊണ്ടയ്ക്ക് വയ്യ കേട്ടോ. ഫസ്റ്റ് പിറന്നാൾ നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടാ. പിന്നെയുള്ള പിറന്നാളുകളൊക്കെ എന്നാലും ഞങ്ങളെല്ലാവരും കേക്ക് മുറിച്ചിട്ടൊക്കെ കഴിക്കലുണ്ട്. അപ്പോൾ കഴിഞ്ഞ പിറന്നാളിന് കുറച്ച് ദിവസം മുന്നെയാണ് എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. കുറച്ച് ഫാമിലി ഇഷ്യൂസും ഒക്കെ ഉള്ള കാരണം ഞാനിങ്ങോട്ട് പോന്നിട്ട് മക്കളെ 2 പേരെ കൊണ്ടുവന്നുള്ളൂ, 2 പേരെ കൊണ്ടുവന്നില്ല. ഒപ്പം കൂട്ടാഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികം തന്നെയാണ് കേട്ടോ. എനിക്ക് കുറച്ച് വീട്ടിൽ നമ്മളുടെ നല്ലൊരു പരിതസ്ഥിതിയല്ല. പിന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ വയസ്സായി. പിന്നെ ഒരാങ്ങളെല്ലാം ആശ്രയിച്ച് കഴിയില്ല. അപ്പോൾ ഞാനും മക്കളും കൂടി 3-4 പേര് ഒരുമിച്ച് 4-5 പേര് ഇങ്ങോട്ട് വരുമ്പോൾ അവനും താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 2 പേരെ അവിടെ നിർത്തിയിട്ട് ഞാനും 2 മക്കളും കൂടിയാണ് വന്നത് കേട്ടോ. ആരുമില്ലാതെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയുക. പിന്നെ അതൊക്കെ കഴിഞ്ഞ് സർജറി ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോയിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഇല്ലാത്തൊരു പിറന്നാളായിരുന്നു കഴിഞ്ഞ പിറന്നാള്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പിറന്നാൾ ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഞാൻ കേക്കൊന്നും വാങ്ങിച്ചില്ല. ശ്രീകുട്ടൻ്റെ പിറന്നാളിന് ആദ്യമായിട്ട് ശ്രീകുട്ടൻ പറഞ്ഞ് കേക്ക് വാങ്ങാറിഞ്ഞു. പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ അവർ മൂന്നാളും കൂടി ഒരു കേക്കിന് 3 പേര് എഴുതിയിട്ടാണ് ഞങ്ങൾ കഴിക്കല്. അപ്പോൾ എനിക്കൊരു ഭയങ്കര അടങ്ങറ്. ഒരാളുടെ പേര് മാത്രം എഴുതുക, അല്ലെങ്കിൽ 3 പേര് എഴുതിയിട്ട് ഒരാൾ മാത്രം മുറിക്കുക, എനിക്കൊരു സങ്കടമുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഇപ്രാവശ്യം നമുക്ക് കേക്ക് മുറിക്കണ്ട, ഇനി നമുക്ക് 3 കൂടി ഉള്ളപ്പോൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം നമുക്ക് കേക്ക് മുറിക്കുക പറഞ്ഞിട്ടോ. അങ്ങനെ കേക്കൊന്നും മുറിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അഞ്ചുട്ടിൻ്റെ പിറന്നാളിനും ഞാൻ അതുകൊണ്ട് കേക്കൊന്നും വാങ്ങിയില്ല. അവക്കും ഇതുപോലെ 14 വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് കേക്കൊന്നും മുറിക്കാത്തൊരു പിറന്നാള്. അപ്പൊ എന്താ ചെയ്യുക, നമ്മളുടെ ഓരോ സമയത്ത് ഓരോ യോഗം, അത്രയൊക്കെ തന്നെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് കണ്ണൻ്റെ പിറന്നാളിന്റെ കേക്ക് മുറിക്കലൊക്കെ ഒന്ന് കാണാട്ടോ. അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. കണ്ണൻ ചേച്ചിയുടെ മോനാണ് കേട്ടോ. ചേച്ചിയുടെ മൂത്ത മോളാണ് ആ ബ്രൗൺ കളർ ടീഷർട്ട് ഇട്ടിട്ടുള്ളത്. മറ്റേ എൻ്റെ മോൾ അഞ്ചുട്ടി, പിന്നെ ശ്രീകുട്ടനും പിന്നെ കണ്ണനുമാണ് കേട്ടോ. കണ്ണൻ്റെ താഴെ ഒരു ചെറിയ പെൺകുട്ടിയും കൂടി ഉണ്ട്. അവളെ എപ്പോഴും വീഡിയോയിൽ വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നല്ല ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. രാത്രിയാണ് അവള് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി കേക്കാണ്. രാത്രിയായിട്ട് ചെറിയ ചുമക്കുണ്ട്, എന്നാലും ഞാൻ തിന്ന്. എപ്പോഴെങ്കിലും അല്ലേ നമ്മൾ കേക്കൊക്കെ വാങ്ങലുള്ളൂ.